ശബരിമലയിൽ ഇന്ന് വല്ലാത്ത ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ്. ഇന്നലെ ആണെങ്കിൽ ഇതിലും വലിയ തിരക്കായിരുന്നു. ഇന്നലെ മല കയറിയത് ഏതാണ്ട് 1,00,000-ലധികം ആളുകളാണ്. ദർശനത്തിനുള്ള കാത്തിരിപ്പ് 10 മണിക്കൂറിലധികം നീളുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ദർശനത്തിലുള്ള കാത്തിരിപ്പ്, ആ ക്യൂവിൽ 10 മണിക്കൂറൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാത്തു നിൽപ്പ് തന്നെയാണ്. MG പ്രതീഷ് ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സന്നിധാനത്തെത്താനുള്ള ക്യൂ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടുപോകുന്നു എന്നുള്ള വിവരമാണല്ലോ താഴെ ലഭിക്കുന്നത്. എന്താണ് പ്രതീഷ് വിവരങ്ങൾ? ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുകയാണ്. കാരണം അത്രത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിച്ചതിനും അപ്പുറം തീർത്ഥാടകർ ശബരിമല ദർശനത്തിന് എത്തുന്നുണ്ട്. വലിയ തരത്തിൽ ഈ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർ വലയുന്ന സാഹചര്യമാണ് നിലവിൽ ശബരിമലയിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ 18-ാം പടിക്ക് താഴെ നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കതിന്റെ ഒരു തീവ്രത മനസ്സിലാകും. കാരണം സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറക്കുമ്പോൾ ഇത്രത്തോളം ഭക്തരുടെ ഒരു തിരക്ക് ഉണ്ടാകാത്തതാണ്. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. 10 മുതൽ 12 മണിക്കൂർ വരെ തീർത്ഥാടകർ ക്യൂ നിന്ന് വേണം ഇപ്പോൾ ദർശനത്തിനായി എത്താനുള്ള സാഹചര്യം. ഈ അപ്പാച്ചിമേടം, ഈ മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ പോരായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭക്തരെ ഉൾപ്പെടെ വലുതായി വലയ്ക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ മല കയറിയവർ ഇപ്പോഴും സന്നിധാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും ഈ വരിയിൽ നിൽക്കുകയാണ്. നമുക്ക് തീർത്ഥാടകരുടെ പ്രതികരണം കൂടി തേടാം. എപ്പോ കയറി തുടങ്ങി? ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാന്നൊന്ന് പറയൂ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ ലൈനിൽ നിൽക്കണതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടില്ലേ? ഒരു സൗകര്യമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാണ്ട് നിൽക്കുക. ഇവിടുന്ന് വരണേ ഇത്രത്തോളം അതെ, ആദ്യമായിട്ടാ വരുന്നത്. ഉച്ചയ്ക്ക് കയറിയതാണ്. ഉച്ചയ്ക്ക് കയറിയതാ. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ നിന്ന് നിൽക്കാൻ തുടങ്ങിയതാ. 1:30 നമ്മളെ എറണാകുളം തൃപ്പൂണിത്തറ 4 പേര് വന്നിട്ട് അപ്പം നിൽക്കാൻ തുടങ്ങി. ഭക്ഷണമില്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഇന്നലെ രാത്രി തൊട്ട് ഒരു ഇല്ല. നീലിമല കയറ്റം കയറിയിട്ട് നിന്നിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നീങ്ങിയത്. ഒറ്റ എല്ലാ വർഷവും വൃശ്ചികം 1 തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ വർഷത്തെ പോലെ തിരക്ക് ഒരു വർഷം ഉണ്ടായിട്ടില്ല. ക്യൂ നിന്ന് മടുത്തു ശരിക്കും പറഞ്ഞു. ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാ. ഈ സമയം വരെ ഒരു ഭക്ഷണം കഴിച്ചില്ല. ഇവിടുന്ന് കിട്ടുന്ന 2 ബിസ്ക്കറ്റും ഇത്തിരി വെള്ളം. ഇന്നലെ ഉച്ച തൊട്ടിട്ട് ഇതുവരെ വെള്ളം കിട്ടാണ്ട് നിൽക്കുകയാണ്. ഭക്ഷണം പോലും ഇല്ല, ഉറക്കൂല്ലാണ്ട്. ഇപ്പൊ ഈ വെള്ളം കൊടുക്കലും ബിസ്ക്കറ്റ് കൊടുക്കലും ഒക്കെ ഞങ്ങള് രാത്രി പട്ടിണി കിടന്ന് അവിടെ നിൽക്കുമ്പോ ആരെങ്കിലും ഒന്ന് ചോദിക്കുക എന്തെങ്കിലും കഴിച്ചോന്ന്. ഈ അമ്മയ്ക്ക് വയ്യാതെ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങള് ഇവിടെ സ്വാമിമാരോട് മാറാൻ പറഞ്ഞിട്ട് വരെ അവര് കേട്ടില്ല. വർത്താനം പറയാം, എനിക്ക് വയ്യ പറയാം. ഇന്നലെ 4 മണിക്ക് വരിയെന്ന് തുടങ്ങിയതാ. ഇതുവരെ ദർശനം സാധ്യമായിട്ടില്ല. ഇതിന്റെ ക്യൂ സമ്പ്രദായം ശരിയല്ല. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാൻ പറയും. വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് ശബരിമല തീർത്ഥാടകരുള്ളത്. കാരണം മുൻപെങ്ങും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ തീർത്ഥാടന തിരക്കാണ് ശബരിമലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇന്നലെ ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ തന്നെ മല കയറിയവർ ഈ കൂട്ടത്തിലുണ്ട്. മണിക്കൂറുകളായി 10, 12, 15 മണിക്കൂറായി ഈ വരിയിൽ നിൽക്കുകയാണ്. ഈ നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇനി എപ്പോൾ ദർശനം നടത്താൻ കഴിയും എന്ന് പോലും തീർത്ഥാടകർക്ക് അറിയില്ല. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ട് എന്നൊക്കെ ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ നടപ്പിലാകുന്നില്ല. ഈ കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ മണിക്കൂറുകളായി വരി നിൽക്കുകയാണ്. പമ്പയിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഈ മരക്കൂട്ടത്തിലും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും ഒന്നും തന്നെ അടിസ്ഥാന സൗകര്യം ഒന്നും തന്നെ ഇല്ല. കുടിവെള്ളവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും തീർത്ഥാടകർക്ക് ഈ മതിയായ സൗകര്യങ്ങളൊന്നും തന്നെ പലയിടത്തും ഇല്ല എന്നുള്ള ഒരു പരാതി കൂടി തീർത്ഥാടകർ പറയുന്നുണ്ട്. എവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ KSRTC ബസ്സിന്റെ ആ ബസ്സുകൂടെ വന്നിട്ട് ആളെ എടുക്കേണ്ട പ്രശ്നമാണ്. നമ്മൾ അങ്ങനെ വന്ന ത്രൂ വണ്ടിയുടെ വന്നാൽ ഇത്രയും വലിയ പ്രശ്നം വരില്ല. ആ ത്രൂ ആയിട്ട് എടുത്തപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് അവർ പോയാൽ മതി. ഇത് KSRTCക്ക് പൈസ ഉണ്ടാക്കേണ്ടില്ല, ഒരു പണിയായി മാറ്റിയത്. തിരക്ക് നേരത്തേക്ക് ഇത്രയും തിരക്കുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഇന്നലെ 6 മണിക്ക് പമ്പയിൽ നിന്ന് ആ ക്യൂ ആയത്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് പമ്പയിൽ വന്നിട്ട് ആ ക്യൂ ആയി ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ സമയത്തിന് 13-14 മണിക്കൂറായില്ലേ.
SKN ഈ ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം ഈ വെർച്വൽ ക്യൂ വഴി 70,000 തീർത്ഥാടകരും 20,000 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. പക്ഷേ ഈ 20,000 സ്പോട്ട് ബുക്കിംഗിനപ്പുറം 1,00,000-ന് മുകളിൽ തീർത്ഥാടകർ പ്രതിദിനം ശബരിമലയിൽ എത്തുന്നുണ്ട്. അതിന്റെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പമ്പയിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകരെയും ശബരിമലയിലേക്ക് കയറ്റിവിടേണ്ട സാഹചര്യമാണ്. അതാണ് ഇത്രത്തോളം തിരക്ക് ഉണ്ടാകാൻ കാരണം. ഈ 90,000 തീർത്ഥാടകരെ പ്രതീക്ഷിച്ചടുത്ത് ഇന്നലെ 1,00,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ആ ഒരു തിരക്കും ബുദ്ധിമുട്ടുമാണ് ഇപ്പോൾ ഈ തീർത്ഥാടകർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പറയുമ്പോഴും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയിട്ട് അതൊന്നും തന്നെ ഇവിടെ നടപ്പിലായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സന്നിധാനത്തൊക്കെ തന്നെ ഈ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വരുന്ന വഴി, മല കയറി വരുന്ന വഴിയിലൊന്നും തന്നെ ഇതിന് സൗകര്യമില്ല. ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. 14 മണിക്കൂറാക്കി നിൽക്കുന്നത്. 14 മണിക്കൂർ ഒരാൾ തിരിഞ്ഞു നോക്കില്ല. പോലീസ് ആടെ നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ, ഈ കുട്ടികളെ കൊണ്ട് 20 മണിക്കൂറായി ഞങ്ങൾ നിൽക്കണേ. ഇവിടെ വെള്ളം, നമുക്ക് ഭക്ഷണം ഒന്നുമില്ല. 20 മണിക്കൂറായി. ഇന്നലെ 2:30-ക്ക് കയറിയത് ഞങ്ങള്. ഇന്നലെ 2:30-ക്ക് ഞങ്ങള് താഴെ പമ്പയിൽ കയറി. 20 മണിക്കൂറായി ഞങ്ങൾ വരികണിപ്പോ. 2 കുട്ടികളുണ്ട്, രാത്രി മുഴുവൻ ഉണ്ട്. പക്ഷെ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞ സംവിധാനം എന്താണ് അവരുണ്ടാക്കിയിട്ടുള്ളത്? എത്ര പേരാണ്? നിങ്ങളെക്കാൾ മുമ്പ് വന്ന ആൾക്കാരിലുണ്ട്. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ക്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതില്ല, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നമ്മള് അവിടെ തൊട്ടേ കയറി പോന്നു. ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ നമ്മൾ വന്ന് വരിയിൽ നിൽക്കണതാ. എന്നിട്ടും രക്ഷയില്ല. എത്ര നേരം രാത്രി പുലർച്ചെ മുഴുവൻ റോഡിലിരുന്നു. ഇപ്പൊ കാടിനുള്ളിൽ സൈഡിലിരുന്നു. എന്നിട്ട് പിന്നെ ഓരോ കൊട്ടക്കെട്ടായിട്ട് കുറേശ്ശെ വിട്ടിട്ടാണ് ഞങ്ങൾ ఇక్కడికి ఎత్తిది పో. పిల్లలకి నీళ్ళు మంజిళ్ళు రాత్రి పెన ఉసురుమంది. పిల్లలు వాలిపోయారు. ఎవరికల్లా మంజిళ్ళు ఏమీ లేవు. మంజిళ్ళు పెడుతుంటే ఎవరు సమాధానం చెప్పలేదు. നമുക്ക് ഈ നടപ്പന്തലിൽ, അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ നിരവധി പേർ ഇപ്പോഴും നടപ്പന്തലിലുണ്ട്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ഒരു ക്യൂ നടപ്പന്തലിൽ, അതായത് നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ തന്നെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് നേരത്തെ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ചെറിയ കുട്ടികൾ പോലും ഇപ്പോഴും ഈ നടപ്പന്തലിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകർ അനുഭവിക്കുന്നുണ്ട്. ഇതിന് എത്രയും വേഗം പരിഹാരം കാണണം. ഈ തിരക്ക് നിയന്ത്രിക്കണം എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. ഈ തത്സമയ ബുക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള ചില അപാകതകളാണ് ഇത്രത്തോളം തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം 70,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും അതിന് പകുതിയോളം തീർത്ഥാടകർ തത്സമയ ബുക്കിംഗ് വഴിയും ശബരിമലയിൽ എത്തുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തീർത്ഥാടകർ 10-12 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം. പ്രതീക്ഷയാണ് ശബരിമല വിവരങ്ങൾ നൽകിയത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വെർച്വൽ ക്യൂ വഴി 90,000 പേര് ബുക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള ആളുകൾ 70,000, 20,000, അങ്ങനെ ടോട്ടൽ 90,000 പേരെ ശബരിമലയിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള കണക്കൂട്ടലാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയത്. എന്നാൽ പമ്പയിൽ തടിച്ചു കൂടുന്ന 10,000-ങ്ങൾ, അതായത് സ്പോട്ട് ബുക്കിംഗ് കിട്ടാൻ വേണ്ടി കൂടുന്ന 10,000-ങ്ങൾ പമ്പയിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മലയിലേക്ക് കയറ്റി അയക്കും. ഈ മല കയറുന്നതിനിടയിൽ അപ്പാച്ചിമയുടെ മരക്കൂട്ടം, ശരംകുത്തി, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ 10-12 മണിക്കൂർ ക്യൂവിൽ നിന്ന് വെള്ളം പോലും കുടിക്കാതെ, പ്രാഥമിക സൗകര്യങ്ങളൊന്നും ചെയ്യാതെ ഈ അയ്യപ്പ ഭക്തന്മാർ ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.